നമസ്കാരം. 200 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണം വന്നതുമൂലം ഇന്ന് 8% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് പോളിക്യാബ്. ഡിസംബർ മാസത്തിൽ തന്നെ പോളിക്യാബിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിലും വെയർഹൗസുകളിലും ഓഫീസുകളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. അതിനുശേഷം ഈ റെയ്ഡിൻ്റെ ഔട്ട്കവുമായി ബന്ധപ്പെട്ട് ന്യൂസുകളൊന്നും വന്നില്ല. ഇന്ന് കമ്പനി 200 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്നുള്ളൊരു വാർത്ത വരികയും സ്റ്റോക്ക് 8% ഇടിയുകയുമായിരുന്നു. പോളിക്യാബിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത 250 മുതൽ 300 കോടി രൂപ കണ്ടെത്തിയെന്നാണ് മിൻറ്റ് പോലുള്ള ന്യൂസ് പേപ്പറുകളിൽ വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ തുക കമ്പനിയുടെ സെയിൽസിൽ നിന്നും ലഭിച്ചതാണെന്നും ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഈ തുകയെ കമ്പനി അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുമാണ് പല മാധ്യമങ്ങളിലും പറയുന്നത്. പോളിക്യാബ് എന്ന സ്റ്റോക്ക് ഇന്ന് 8% ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 113% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ റിമാർക്കബിൾ ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് 8.7% ഇടിഞ്ഞ് 4874-അടുത്തെത്തി. 73,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 45.59, 52 വീക്ക് ഹൈ 5733. സ്റ്റോക്ക് 4874-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4500-അടുത്ത് സ്റ്റോക്കിലൊരു ബ്രേക്കൗട്ട് വരികയും അതിനുശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റോക്ക് 5700 വരെ ഉയരുകയുമായിരുന്നു. ഈ ന്യൂസ് വന്നതിന് ശേഷം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പോളിക്യാബിൻ്റെ സൈഡിൽ നിന്നും ഒരു എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനും പുറത്തു വന്നിട്ടുണ്ട്. ഈ എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പോളിക്യാബിൻ്റെ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജം അല്ലെങ്കിൽ റൂമർ ആണെന്നും ഇൻകം ടാക്സ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഇതുവരെയും കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുമുള്ള അപ്ഡേറ്റാണ് പോളിക്യാബിൽ നിന്നും പുറത്തു വരുന്നത്. ഓവറാൾ ഈ വാർത്ത ഒരു അൺസർട്ടനായ വാർത്തയായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കനുസരിച്ച് സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയായ പോളിക്യാബിന് 7,000 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. 7,000 കോടി രൂപയുടെ റിസർവുള്ള കമ്പനിക്ക് 200 കോടി രൂപയുടെ ടാക്സ് ബാധ്യത അത്ര അധിക ബാധ്യതയല്ല. അതേസമയം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ രീതിയിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും പാർട്ടിസിപ്പേഷൻ കൂടുതലാണ്. FISന് 12.4%, DISന് 8%, പ്രൊമോട്ടേഴ്സിന് 65.91%, പബ്ലിക്കിന് 13.5%. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 17%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 18%, 3 വർഷത്തെ ROE 19%. സ്റ്റോക്ക് 4,875-അടുത്ത് ക്ലോസിംഗ് നൽകി. 4,750 ഒരു പ്രധാന സപ്പോർട്ടാണ്. 4,750 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് 4,500-ലേക്ക് എത്തിയേക്കാം. ഇന്ന് സ്റ്റോക്കിൻ്റെ RSI 28.19 എന്ന ലെവലിലേക്ക് എത്തി. സ്റ്റോക്ക് ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ട്. പല മാർക്കറ്റ് എക്സ്പെർട്ടും പറയുന്നത് കമ്പനി 4,500-നും 5,000-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്തേക്കാം. കാരണം 4,500 ഒരു പ്രധാന സപ്പോർട്ടും 5,000 വരും സമയങ്ങളിൽ ഒരു പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും. ഇവിടെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4,750, 4,500 തുടങ്ങിയ 2 സ്ട്രോങ് സപ്പോർട്ടുകളാണ് കാണുന്നത്. കമ്പനിയുടെ വാല്യൂഷൻ 48.79, PB വാല്യൂ 11.15. പോളിക്യാബ് എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ 23-ലധികം മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും 15-ലധികം ഓഫീസുകളും 25-ലധികം വെയർഹൗസുകളുമുണ്ട്. വരും ദിവസങ്ങളിൽ പോളിക്യാബുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ ന്യൂസുകൾക്കനുസരിച്ച് സ്റ്റോക്കിൽ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്കിൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് ഫ്രഷ് പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്